ഹായ് നമസ്കാരം കൂട്ടുകാരെ. അപ്പം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ ഒക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ട്. പക്ഷേ ഇനി അവരെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഫേസ്ബുക്കിൽ ഇനി നിങ്ങൾക്ക് ഇൻസ്ട്രീം ആഡ് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ആഡ്സ് ഓൺ റീൽസ് ഉണ്ടാകത്തില്ല. ഫേസ്ബുക്കിൻ്റെ വലിയ രീതിയിൽ വരുമാനം തരുന്ന മിക്ക ആളുകൾക്കും ഏറ്റവും കൂടുതൽ പൈസ കൊണ്ട് തരുന്നൊരു സംഭവമാണ് ഫേസ്ബുക്കിൻ്റെ ബോണസ് പ്രോഗ്രാം. അതും ഇനി ഫേസ്ബുക്കിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്റ്റാർ, സബ്സ്ക്രിപ്ഷൻ, അങ്ങനെ നിരവധി മാർഗ്ഗങ്ങളിലൂടെയാണ് നമുക്ക് ഫേസ്ബുക്കിലെ പല ക്രിയേറ്റർമാരും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 31 ശേഷം അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഫേസ്ബുക്കിൽ ഉണ്ടാകത്തില്ല. അതായത് നിങ്ങൾക്ക് ഈ രീതിയിലൊന്നും പൈസ ഉണ്ടാക്കാൻ ഇനി ഫേസ്ബുക്കിൽ നിന്ന് സാധിക്കില്ല എന്നുള്ള ഒരു വലിയ ഒരു അപ്ഡേറ്റാണ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അപ്പോൾ പിന്നെ ക്രിയേറ്റേഴ്സൊക്കെ എന്ത് ചെയ്യും? ഭയങ്കര ആശങ്കയല്ലേ? തീർച്ചയായിട്ടും ഫേസ്ബുക്കിന് അതിന് മറ്റൊരു ക്രൈറ്റീരിയ കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ റൂൾസ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന ക്രിയേറ്റേഴ്സിന് ഒരുപാട് നിബന്ധനകളൊക്കെ ഫേസ്ബുക്ക് പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിബന്ധനകളെല്ലാം പാലിക്കുന്ന ക്രിയേറ്റേഴ്സിനായിരിക്കും ഇനി ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുക. അതായത് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എലിജിബിൾ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് മാത്രമായിരിക്കും ഇനി ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുക. അതിന് തന്നെ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എനേബിൾ ആവാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ അപ്ഡേറ്റുകളൊക്കെ ഫേസ്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് മെറ്റാ ബിസിനസ് സൂട്ടിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അത് കുറേ സമയമെടുത്ത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോസ് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും കണ്ടൻറ്റ് മോണിറ്റൈസേഷനിൽ നിന്ന് ക്യാഷ് കിട്ടില്ല. അത് വളരെ ശക്തമായിട്ടൊരു മോണിറ്ററിങ് സിസ്റ്റം നമ്മുടെ ഫേസ്ബുക്കിനുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പല ക്രിയേറ്റേഴ്സിനും അറിയാം. പിന്നെ പുതുതായിട്ട് വീഡിയോ ചെയ്ത് ഒരു പേജൊക്കെ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോടും നിങ്ങളുടെ ഒറിജിനൽ വീഡിയോസിന് മാത്രമേ ഇനി പൈസ കിട്ടത്തുള്ളൂ. നേരത്തേക്കാണെങ്കിൽ സെക്കൻഡ് വീഡിയോ മറ്റൊരാളുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് നന്നായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ പൈസ കിട്ടുമായിരുന്നു. ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 31 ഓഗസ്റ്റിന് ശേഷം ഇനി അത്തരത്തിൽ പൈസ കിട്ടില്ല. മറ്റൊരാളുടെ കണ്ടൻറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഡീമോണിറ്റൈസ് ആയി പോകും. അതായത് നമ്മുടെ ചാനലിൽ നിന്ന് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എനേബിൾ ആയ ഒരു വ്യക്തിക്ക് പോലും അത് ഡീമോണിറ്റൈസ് ആയി പോവും. പിന്നീട് നമുക്ക് ആ ഒരു രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരിക്കൽ നിങ്ങൾ ഡീമോണിറ്റൈസ് ഉണ്ടെങ്കിൽ വീണ്ടും എനേബിൾ ആയി കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ കണ്ടൻറ്റ് മാത്രം ചെയ്യുക. പരമാവധി ഒറിജിനൽ കണ്ടൻറ്റ് മാത്രം ചെയ്താൽ മാത്രമാണ് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ. ഇപ്പോൾ നിലവിൽ നമ്മുടെ യൂട്യൂബിൽ ഒക്കെ അറിയാമല്ലോ, നമുക്ക് മറ്റൊരു കണ്ടൻറ്റ് എടുത്ത് നോക്കുമ്പം അതിനകത്ത് കോപ്പിറൈറ്റ് ഉള്ള സംഭവങ്ങളൊക്കെ വരും. അപ്പം അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള നിബന്ധനകളൊക്കെയാണ് ഫേസ്ബുക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ എന്തായാലും സൂക്ഷിച്ച് കണ്ടൻറ്റുകളൊക്കെ ചെയ്യുക. നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ സ്വന്തം കണ്ടൻറ്റ് മാത്രം ചെയ്യുക.